നാലാമത്തെ യൂണിറ്റ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. ഈ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കെമിക്കൽ ബോണ്ട് എന്താണെന്ന്. എന്താണ് കെമിക്കൽ ബോണ്ട്? ഡിഫറെൻറ്റ് ടൈപ്പ് കെമിക്കൽ ബോണ്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ? അത് ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അല്ലേ? ഏതാണ്ട് എല്ലാ എലമെൻസും, നോബിൾ ഗ്യാസസ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻസും കമ്പൈൻ ഫോമിലാണ് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുക. നോബിൾ ഗ്യാസസ് മാത്രമാണ് മോണോ ആറ്റോമിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക. ബാക്കി ഓൾമോസ്റ്റ് ഓൾ എലമെൻസും കമ്പൈൻ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. എന്താണ് ഈ ആറ്റംസിനെ ഒരുമിച്ച് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സ്? എന്താണ്? ദറ്റ് ഈസ് കോൾഡ് കെമിക്കൽ ബോണ്ട്സ്. ദി ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ദി കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ടുഗദർ ഇൻ എ മോളിക്യൂൾ ഈസ് കോൾഡ് കെമിക്കൽ ബോണ്ട്സ്. ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളെ തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഫോഴ്സിന് അല്ലെങ്കിൽ ആ അട്രാക്ഷനാണ് കെമിക്കൽ ബോണ്ട് എന്ന് പറയാം. ദി ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ദി കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ടുഗദർ ഇൻ എ മോളിക്യൂൾ. So in all compound atoms are bonded അല്ലെങ്കിൽ atoms are attracted by chemical bonds. And by bonding, എന്തുകൊണ്ട് ആറ്റംസ് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അറ്റൈൻ മോർ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ടു ലോവർ എനർജി ആൻഡ് ദെർബൈ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. So we can say bonding is nature's way to attain stability. Matter attains stability through bonding. ബോണ്ടിങ്ങിലൂടെ മാറ്റർ കൂടുതൽ സ്റ്റേബിളായി മാറുന്നു, എനർജി കുറഞ്ഞ് കൂടുതൽ സ്റ്റേബിളാവുന്നു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ബോണ്ടിങ്ങിനെ ധാരാളം തിയറീസ്, ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ബോണ്ടിങ്, കോസൽ-ലൂയിസ് അപ്രോച്ച്, VSEPR തിയറി, വാലൻസ് ബോണ്ട് തിയറി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, അങ്ങനെ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ബോണ്ടിങ് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത തിയറി കോസൽ-ലൂയിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്. Kossel-Lewis in 1916 gives a satisfactory explanation for chemical bonding. ഫസ്റ്റ് ബോണ്ടിങ്ങിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത് കോസൽ-ലൂയിസ് അപ്രോച്ചാണ്. ആൻഡ് ദേ ഡിപ്പെൻസ് അല്ലെങ്കിൽ കോസൽ-ലൂയിസ് പ്രൊപ്പോസ്ഡ് ദി തിയറി ഓഫ് ബോണ്ടിങ് ബേസ്ഡ് ഓൺ ഇനേർട്ട്നെസ് ഓഫ് നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസിൻ്റെ ഇനേർട്ട്നെസ്സിനെ ബേസ് ചെയ്താണ്. നോബിൾ ഗ്യാസസ് അലസവാതകങ്ങൾ എന്ന് പറയും അല്ലേ? അലസവാതകങ്ങൾ എന്ന് വിളിക്കാൻ കാരണം എന്താ? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് അത് സ്റ്റേബിളാണ്. ദേ ആർ നോട്ട് കമ്പൈനിങ് അല്ലെങ്കിൽ ദേ ആർ നോട്ട് റിയാക്റ്റിംഗ്. സോ ദേ ആർ കോൾഡ് നോബിൾ ഗ്യാസസ്. സോ കോസൽ-ലൂയിസ് ഡെവലപ്ഡ് bonding theory based on the inertness of noble gases. Noble gases are inert since they possess 8 electrons in the valence shell. അപ്പോൾ വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർ മോസ്റ്റ് ഷെൽ, ഇലക്ട്രോൺ ഉള്ള ഏറ്റവും പുറമേയുള്ള ഷെല്ലാണ് വാലൻസ് ഷെല്ല്. അപ്പോൾ ആ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ആറ്റം സ്റ്റേബിളാണ്. കാരണം നോബിൾ ഗ്യാസസ് ഹീലിയം ഒഴിച്ച്, ഹീലിയത്തിൽ 2 ഇലക്ട്രോണേ ഉള്ളൂ, ബാക്കി എല്ലാ നോബിൾ ഗ്യാസസിലും 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ 8 ഇലക്ട്രോൺസ് നേടിയാൽ ആറ്റംസ് സ്റ്റേബിൾ ആവും. അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് സ്റ്റേബിൾ ആവാൻ കാരണം അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളതാണ്. അപ്പോൾ ബാക്കി എല്ലാ ആറ്റംസും കമ്പൈൻ ചെയ്യുന്നു, നോബിൾ ഗ്യാസസ് മാത്രം കമ്പൈൻ ചെയ്യുന്നില്ല. സോ ഓൾ ആറ്റംസ് ആർ കമ്പൈനിങ് ടു അറ്റൈൻ ഒക്ടറ്റ്സ് അല്ലെങ്കിൽ ടു അറ്റൈൻ 8 ഇലക്ട്രോൺസ്. ഓൾ ആറ്റംസ് ആർ കമ്പൈനിങ് ഇൻ ഓർഡർ ടു അറ്റൈൻ 8 ഇലക്ട്രോൺസ് ഇൻ ദി വാലൻസ് ഷെൽ. അപ്പോൾ ബോണ്ടിങ്ങിലൂടെ അല്ലെങ്കിൽ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ബോണ്ട് ഫോം ചെയ്യുന്നതിലൂടെ ഇങ്ങനെ 8 ഇലക്ട്രോൺ നേടാൻ കഴിയുമെന്ന് കോസൽ-ലൂയിസ് പ്രപ്പോസ് ചെയ്തു. ഇൻ 1916 കോസൽ-ലൂയിസ് പ്രപ്പോസ്ഡ് ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് ബേസ്ഡ് ഓൺ ദി ഇനേർട്ട്നെസ് ഓഫ് നോബിൾ ഗ്യാസസ്. സോ അക്കോർഡിംഗ് ടു ദിസ് ഇലക്ട്രോണിക് തിയറി, ആറ്റംസ് undergo chemical combination either by losing or gaining electron or by sharing electron in order to attain 8 electrons in the valence shell. That is electronic theory of chemical bonding. That is called octet rule. You can simply say octet rule as atoms enters into chemical combination so as to attain 8 electrons in the valence shell. ആറ്റംസ് കെമിക്കൽ കോമ്പിനേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നതിനാണ് 8 ഇലക്ട്രോണെ നേടുന്നതിനാണ്. വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണെ നേടുന്നതിനാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുക. ആൻഡ് ദേ ക്യാൻ കമ്പൈൻ ഐദർ ബൈ ട്രാൻസ്ഫറിങ് ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്തും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം.
So what is electronic theory of chemical bonding? Atom enters into chemical combination in order to attain 8 electrons in the valence shell. According to this theory, atoms combines either by transferring electron or by sharing electron and thereby attaining octets. That is called the octet rule. Next, Lewis symbols. In bonding, valence electrons are involved. Lewis concept അനുസരിച്ച് valence electrons are involved in bonding, and in Lewis represent the elements with the valence electrons as dots around the symbol of elements. Lewis represent elements using valence electrons as dots around the symbol of elements. എലമെൻറ്റിൻ്റെ സിമ്പിളിന് ചുറ്റും അതിലുള്ള വാലൻസ് ഇലക്ട്രോൺസിനെ ഡോട്ട്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിന് ലൂയിസ് സിമ്പിൾസ് എന്ന് പറയും. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് ലൂയിസ് സിമ്പിൾസ് എന്ന് പറയും. നോക്കുക, ഹൈഡ്രജനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? ഹൈഡ്രജനിൽ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് എ വാലൻസ് ഇലക്ട്രോൺ. സോ ഹൈഡ്രജൻ വിത്ത് 1 dot. ലിഥിയം ഏതാണ്? ആറ്റമിക് നമ്പർ 3 ആണ്. 3 ഇലക്ട്രോൺസ് ആണ് ലിഥിയത്തിലുള്ളത്. പക്ഷേ അതിൽ ഒരു വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ, അല്ലേ? 2-1 ഉള്ളതാണ് ലിഥിയത്തിൻ്റെ കോൺഫിഗറേഷൻ. ഇപ്പോൾ 2-1 അതിൽ വാലൻസ് ഷെല്ല് ഏതാണ്? സെക്കൻഡ് ഷെല്ല്. അതിലാകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ ലിഥിയം ഹാസ് ഓൺലി 1 വാലൻസ് ഇലക്ട്രോൺ. ദെൻ ബെറിലിയം 2-2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിലും 2 ഇലക്ട്രോൺ. ഇപ്പോൾ 2 സെക്കൻഡ് ഷെല്ലാണ് വാലൻസ് ഷെല്ല്, അതിൽ 2 വാലൻസ് ഇലക്ട്രോൺസ്. ബോറോൺ 2-3 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2-3 ആണ്. അപ്പോൾ സെക്കൻഡ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ്, വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ്. സോ 3 dots അറൗണ്ട് ദി സിമ്പിൾ. ആ ഡോട്ട്സ് നമുക്ക് എലമെൻറ്റിൻ്റെ സിമ്പിളിന് ചുറ്റും എങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. ഇനി കാർബൺ എടുത്തത് എന്താണ്? 4 എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും കാർബണിൽ? 2-4 ആണ് വരിക. അപ്പോൾ സെക്കൻഡ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ്. സോ 4 വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ 4 ഡോട്ട് കാർബണിന് ചുറ്റും റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ ഓക്സിജൻ. കാർബൺ നൈട്രജൻ ഉണ്ട്, നൈട്രജൻ ആകുമ്പോൾ 5 ഡോട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ദെൻ ഓക്സിജനിൽ 6 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്, അല്ലേ? 2-6 ആണ് വരിക ഓക്സിജൻ്റെ കോൺഫിഗറേഷൻ. അപ്പോൾ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ്. അതിനെ 6 ഡോട്ട്സ് റെപ്രസെൻ്റ് ചെയ്യാം. അത് നമുക്ക് ഓക്സിജന് ചുറ്റും 6 ഡോട്ട് സിംഗിളായിട്ട് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെയറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. സാധാരണ ഇലക്ട്രോൺ എപ്പോഴും പെയർ ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓക്സിജനിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ 6 ഡോട്ട്സിനെ ലൂയിസ് റെപ്രസെൻറ്റേഷനിൽ ഈ 6 ഡോട്ട്സ് എങ്ങനെയും ഓക്സിജന് ചുറ്റും റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ 6 ഡോട്ട്സ് അറൗണ്ട് ഓക്സിജൻ. ഫ്ലൂറിനിൽ 7 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. അതിൽ ഈ 7 വാലൻസ് ഇലക്ട്രോണിനെ ഫ്ലൂറിൻ്റെ സിമ്പിളിന് ചുറ്റും റെപ്രസെൻ്റ് ചെയ്യും. ഇങ്ങനെ ഓരോ എലമെൻറ്റിനെയും അതിൻ്റെ വാലൻസ് ഇലക്ട്രോണിനെ ഡോട്ട്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് ലൂയിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന് ലൂയിസ് സിമ്പിൾസ് എന്ന് പറയും. അപ്പോൾ ഈ സിമ്പിൾ കണ്ടാൽ നമുക്ക് എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ലൂയിസ് യൂസ് symbolic representation in which valence electrons are represented as dots around the symbol of elements. ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ലൂയിസ് സിമ്പിൾസ് എന്ന് പറയുക. അക്കോർഡിംഗ് ടു Kossel-Lewis approach, chemical bond occurs in order to attain stability, അല്ലെങ്കിൽ in order to attain 8 electrons in the valence shell. And 8 electrons can be attained either by electron transfer or by sharing electrons. ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് 8 ഇലക്ട്രോണിനെ നേടാം. ഇനി അത് പോസിബിൾ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ പരസ്പരം ഷെയർ ചെയ്തും 8 ഇലക്ട്രോൺസിനെ നേടാം. അപ്പോൾ അങ്ങനെ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തുണ്ടാവുന്ന ബോണ്ടിന്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൂടെ അയോൺസ് ഫോം ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടിന് നമ്മൾ അയോണിക് ബോണ്ട് ഓർ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറയും. ബോണ്ട് ഫോംഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അനദർ. ദാറ്റ് റിസൾട്ട്സ് അയോൺസ്. ഒരാറ്റത്തിൽ നിന്ന് വേറൊരു ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ അത് അയോൺസ് ആയിട്ട് മാറും. ആൻഡ് ദീസ് അയോൺസ് ആർ ഹെൽഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻറ്ററാക്ഷൻ. ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻറ്ററാക്ഷൻ, അട്രാക്ഷൻ ബിറ്റ്വീൻ ഓപ്പോസിറ്റ് അയോൺസ്. പോസിറ്റീവ് നെഗറ്റീവ് അയോൺസിനിടയിലുള്ള അട്രാക്ഷനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ എന്ന് പറയുക. അപ്പോൾ
എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൂടെ കാറ്റയോണും ആനയോണും ഫോം ചെയ്യും. ഈ അയോൺസ് തമ്മിൽ ഉള്ള അട്രാക്ഷനാണ് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറയാം. ആൻഡ് ദി നമ്പർ ഓഫ് ചാർജസ് ഡെവലപ്ഡ് ഓൺ ഈച്ച് അയോൺ, ദറ്റ് ഇസ് കോൾഡ് ഇലക്ട്രോവാലൻസ് ഓഫ് ദി അയോൺ. അങ്ങനെ ചാർജ്ഡ് ആവുന്നു. അപ്പോൾ ഓരോ അയോണിലും ഡെവലപ്പ് ചെയ്യുന്ന ചാർജിന് അതിൻ്റെ ഇലക്ട്രോവാലൻസ് എന്ന് പറയും. നമുക്ക് നോക്കാം അയോണിക് ബോണ്ട് ഫോർമേഷൻ ഇൻ സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൽ എങ്ങനെയാണ് അയോണിക് ബോണ്ട് ഫോം ചെയ്യാൻ നോക്കാം. സോഡിയം ക്ലോറൈഡിൽ സോഡിയവും ക്ലോറിനുമാണ് എലിമെൻറ്റ്സ്. സോഡിയത്തിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? ഇറ്റ് ഇസ് അറ്റോമിക് നമ്പർ ഓഫ് സോഡിയം 11 അല്ലേ? സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11 ആണ്. വാട്ട് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് സോഡിയം? 281. ഇതാണ് സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇനി പഠിക്കും. സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ് 281. ഇവിടെ വാലൻസ് ഷെല്ല് ഏതാണ്? ഇത് ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, ഇത് തേർഡ് ഷെല്ല്. തേർഡ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ സോഡിയം ഹാസ് 1 വാലൻസ് ഇലക്ട്രോൺ. ഈ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടാൽ അത് എന്തായിട്ട് മാറും? പിന്നെ അതിൽ ബാക്കി അതിൻ്റെ ഇന്നർ ഷെല്ലിൽ 8 ഇലക്ട്രോണാണ് വരിക. ദാറ്റ് ഇസ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. നിയോണിൻ്റെ കോൺഫിഗറേഷൻ തുല്യമാണ്. സോ സോഡിയം ഹാസ് എ ടെൻഡൻസി ടു, അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് ഒക്ടറ്റ് അറ്റൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതിന് 8 ഇലക്ട്രോണിനെ നേടുക എന്നുള്ളത് പോസിബിൾ അല്ല. സോ ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദിസ് 1 ഇലക്ട്രോൺ ടു ദി അതർ ആറ്റം. ഇത് കമ്പൈൻ ചെയ്യുന്ന ആറ്റത്തിലേക്ക് ആ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അതെന്തായിട്ട് മാറും? ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സോഡിയം Na+ ആവും. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ Na+ ആവും. അതിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? 28 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Na+ ഈസ് 28. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ നിയോണിൻ്റെ കോൺഫിഗറേഷനാണ് വരിക, പ്ലസ് ഇലക്ട്രോൺ. ഇപ്പോൾ സോഡിയം നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു. ദെൻ ക്ലോറിൻ, നെക്സ്റ്റ് എലമെൻറ്റ് ഈസ് ക്ലോറിൻ. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? 287 അല്ലേ? അപ്പോൾ എത്ര ബാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ഇത് രണ്ടും കംപ്ലീറ്റ് ആണ്. തേർഡ് ഷെല്ലിൽ 7 ഇലക്ട്രോണേ ഉള്ളൂ. ഒന്നും കൂടി കിട്ടിയാലേ അത് സ്റ്റേബിൾ ആവും. അപ്പോൾ ക്ലോറിൻ എപ്പോഴും ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനാണ് ടെൻഡൻസി. ഒക്ടറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ നേടാനാണ് ക്ലോറിൻ്റെ ടെൻഡൻസി. അപ്പോൾ എന്താണ്? ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. അതായത് സോഡിയം ഇവിടെ കൊടുത്ത ആ ഇലക്ട്രോണിനെ ക്ലോറിൻ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കും. സോ ക്ലോറിൻ ഗെയിൻസ് 1 ഇലക്ട്രോൺ, ചേഞ്ചസ് ടു, ഇപ്പോൾ ഇലക്ട്രോണിനെ കിട്ടിയാൽ ക്ലോറിനിൽ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും, Cl-. കോൺഫിഗറേഷൻ എന്താവും? 287 ഉണ്ടായിരുന്നു, അതിലേക്ക് ഒന്നും കൂടി വന്നപ്പോൾ 288. ക്ലോറിൻ Cl- കോൺഫിഗറേഷൻ 288 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നോബിൾ ഗ്യാസ് ആർഗണിൻ്റെ കോൺഫിഗറേഷനാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആർഗൺ. Na+ൻ്റെ കോൺഫിഗറേഷൻ എന്താ? നിയോൺ കോൺഫിഗറേഷൻ. നിയോണിൻ്റെ അതേ കോൺഫിഗറേഷനാണ് Na+ന് വരിക. സോ ക്ലോറിൻ ഗെയിൻസ് 1 ഇലക്ട്രോൺ, ചേഞ്ചസ് ടു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ Cl-. അപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട Na+ ആയി, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനായി. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് Cl- ആയി, നെക്സ്റ്റ് നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷനായി. സോ ദിസ് അയോൺസ് Na+ ആൻഡ് Cl- attain stability by electron transfer. And these ions in NaCl, these ions are combined by electrostatic attraction. ഈ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനിലൂടെ, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, അത് പരസ്പരം ബൈൻഡ് ചെയ്താണ് എന്തായിട്ട് ബോണ്ടായിട്ട് മാറുക. സോ Na+ and Cl- combines giving NaCl. And the electrostatic attraction between Na+ and Cl-, that is called ionic bonds or electrovalent bonds. ഈ രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് അയോൺസിനിടയിലുള്ള അട്രാക്ഷനാണ് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോവാലൻറ്റ് ബോണ്ട് എന്ന് പറയാം. വാട്ട് ഈസ് ദി ഇലക്ട്രോവാലൻസ്? അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന, അപ്പോൾ ഈ അയോൺസ് തന്നെ ഓരോ അയോണിലും ഡെവലപ്പ് ചെയ്യുന്ന ചാർജിനാണ് അതിൻ്റെ ഇലക്ട്രോവാലൻസ് എന്ന് പറയാം. അപ്പോൾ സോഡിയത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് +1 ആണ്. സോ സോഡിയം ഹാസ് ആൻ പോസിറ്റീവ് ഇലക്ട്രോവാലൻസ് ഓഫ് 1, അല്ലെങ്കിൽ ഇലക്ട്രോവാലൻസ് ഓഫ് സോഡിയം. സോഡിയം ഈസ് +1. ക്ലോറിൻ്റെ ഇലക്ട്രോവാലൻസോ? ഇലക്ട്രോവാലൻസ് ഓഫ് ക്ലോറിൻ ഈസ് -1. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സോഡിയം ഡെവലപ്സ് എ പോസിറ്റീവ് ഇലക്ട്രോവാലൻസ് ഓഫ് 1 ആൻഡ് ക്ലോറിൻ ഡെവലപ്സ് എ നെഗറ്റീവ് ഇലക്ട്രോവാലൻസ് ഓഫ് 1.
that is ionic or electrovalent bonds. So ionic bond is formed by electron transfer and electrostatic attraction between the positive and negative ions formed by electron transfer. That is called ionic or electrovalent bonds. And number of charges developed on each ion is called electrovalence. Octet can be attained by electron transfer or sharing. Langmuir proposed that in many compounds, the octet can be attained by electron sharing. എല്ലാ എലമെൻസിലും ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒക്റ്ററ്റ് അറ്റൈൻ ചെയ്യാൻ കഴിയില്ല. അത് മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവും മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവും കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതിനങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൂടെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം. പക്ഷെ അങ്ങനെ അല്ലാത്ത എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൂടെ ഒക്റ്ററ്റ് അറ്റൈൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ എന്താണ് ഇലക്ട്രോൺ ഷെയറിങ്ങിലൂടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒക്റ്ററ്റ് അറ്റൈൻ ചെയ്യുന്നു. ആൻഡ് ലാങ്മുയർ പ്രപ്പോസ് ദാറ്റ് the concept of covalent bonding where bond formed by electron sharing. Simplest molecule, hydrogen molecule. ഹൈഡ്രജനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? ഓൺലി 1 ഇലക്ട്രോൺ, ദാറ്റ് ഇസ് വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ ഹൈഡ്രജൻ്റെ കേസിൽ ഒക്റ്ററ്റ് ആവശ്യമുണ്ടോ അതിന് സ്റ്റെബിലൈസ് ചെയ്യാൻ? വേണ്ട, കാരണം ഹൈഡ്രജനിൽ ഫസ്റ്റ് ഷെല്ലിൽ ആകെ ഒറ്റ ഷെല്ലേ ഉള്ളൂ, അതിലൊരു ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ ആകെ 2 ഇലക്ട്രോണിനെ മാത്രമേ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റൂ. അതെല്ലാം നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കും. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ ഓൾറെഡി 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒക്റ്ററ്റ് ആവശ്യമില്ല ഹൈഡ്രജനും അതുപോലെ തന്നെ ഹീലിയത്തിനും ഫസ്റ്റ് ഷെല്ലേ ഉള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോണിനെ അതിന് മാക്സിമം പറ്റും. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ കേസിൽ ദർ ഇസ് ഓൺലി 1 ഇലക്ട്രോൺ ആൻഡ് ഇറ്റ് ക്യാൻ അറ്റൈൻ സ്റ്റെബിലിറ്റി ബൈ ഗെയിനിങ് 1 മോർ ഇലക്ട്രോൺ. 1 ഇലക്ട്രോണിനെ കൂടി കിട്ടിയാൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം. പക്ഷേ ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റം ഒരുപോലെയാണ്, അതിൽ 2ലും ഓരോ വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് അറ്റൈൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്താൽ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ് ആവും. പക്ഷേ അതിലൂടെ അതിന് 2 ഇലക്ട്രോണിനെ നേടി സ്റ്റേബിൾ ആവാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് പോസിബിൾ അല്ല, ഓൺലി ഇലക്ട്രോൺ ഷെയറിങ്. അപ്പോൾ ഹൈഡ്രജൻ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് ഈ 2 ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോണിനെ പരസ്പരം ഷെയർ ചെയ്യും. ഈ ഇലക്ട്രോണിനെ പരസ്പരം ഷെയർ ചെയ്താണ് എച്ച് ബോണ്ട് ഫോം ചെയ്യും. 2 ഹൈഡ്രജൻ ആറ്റത്തിനിടയിൽ ആ 2 ഇലക്ട്രോൺസ് വരും, എച്ച്. അനദർ എക്സാമ്പിൾ, ക്ലോറിൻ മോളിക്യൂൾ. ക്ലോറിനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? അറ്റോമിക് നമ്പർ 17 ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു, 287. അതാണ് കോൺഫിഗറേഷൻ. അപ്പോൾ 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. 7 ഡോട്ട്സ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇലക്ട്രോണിനെ പെയറായി റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ സിംഗിൾ ഡോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അടുത്ത ക്ലോറിനിലും ഇതുപോലെ 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ബോണ്ട് ചെയ്യുക? 1 ഇലക്ട്രോണിനെ കൂടി കിട്ടണം. അപ്പോൾ അതിന് ഈ ക്ലോറിൻ ഇതിൽ നിന്നും 1 ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്യും. ഓക്കെ, അതുപോലെ ഈ ക്ലോറിൻ ഇതിൽ നിന്നൊരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. ഈ ക്ലോറിൻ ഇവിടെ നിന്നൊരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. ഈ 2 ക്ലോറിനിടയിൽ ഓരോ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നു. 2 ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ബിറ്റ്വീൻ ദി 2 ക്ലോറിൻ ആറ്റംസ്. അപ്പോൾ എന്താണ്? ക്ലോറിൻ ബോണ്ട്. ഇതിനിടയിൽ 2 ഇലക്ട്രോൺസ് വരും. Cl ബോണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ബാക്കിയുള്ള ഈ ബോണ്ട് ചെയ്യാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺ നമ്മൾ ലോൺ പെയർ എന്ന് പറയും. ബോണ്ട് ചെയ്ത പെയറിന് ബോണ്ട് പെയർ എന്ന് പറയും. ബോണ്ടഡ് അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെട്ട ഇലക്ട്രോണിന് ബോണ്ട് പെയർ. ഷെയർഡ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ബോണ്ട് പെയർ. ഇനി ബോണ്ട് ചെയ്യാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോണിന് ലോൺ പെയർ എന്നും പറയും. ഈ ലോൺ പെയറിനെ നമ്മൾ ബോണ്ടിങ്ങിൽ റെപ്രസെൻറ്റ് ചെയ്യണമെന്നില്ല, അതവിടെ വരച്ചിട്ടില്ലെങ്കിലും അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഡോട്ട്സ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നില്ല, ഇങ്ങനെ വെറുതെ എഴുതിയാലും ക്ലോറിൻ ബോണ്ടായി. അപ്പോൾ 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് ഒരു ബോണ്ടായി. ഇപ്പോൾ 2 ഇലക്ട്രോണാണ് ആറ്റത്തിനിടയിൽ ഷെയർ ചെയ്യപ്പെടുന്നതെങ്കിൽ ദാറ്റ് ഫോംസ് എ സിംഗിൾ ബോണ്ട്. ക്ലോറിൻ സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും ബൈ ഷെയറിങ് 1 ഇലക്ട്രോൺ ബിറ്റ്വീൻ ആറ്റംസ്. അപ്പോൾ ഇങ്ങനെ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ 2 ആറ്റത്തിനും ഒക്റ്ററ്റ് അറ്റൈൻ ചെയ്യാൻ കഴിയണം.
അതുപോലെ രണ്ട് ആറ്റവും സാധാരണ കേസിൽ രണ്ട് ആറ്റവും ഇലക്ട്രോണിനെ തുല്യമായിട്ട് ഷെയർ ചെയ്താണ് ബോണ്ട് ചെയ്യപ്പെടുക. സോ ദാറ്റ് ഫോം സിംഗിൾ ബോണ്ട്സ്. അനദർ എക്സാമ്പിൾ ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ മോളിക്യൂളിൽ എടുത്താൽ എങ്ങനെയായിരിക്കും ബോണ്ടിങ് വരിക? ഓക്സിജനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? രണ്ട് ഓക്സിജൻ ആറ്റത്തിൽ എത്ര വാലൻസ് ഇലക്ട്രോണാണ്? 6 വാലൻസ് ഇലക്ട്രോൺസ്. 2 6 ആണ് ഓക്സിജൻ്റെ കോൺഫിഗറേഷൻ. അപ്പോൾ 6 വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ 6 ഡോട്ട്സ് റെപ്രസെൻ്റ് ചെയ്യുക രണ്ട് ഓക്സിജനിലും. അടുത്ത ഓക്സിജനിലും ഇതുപോലെ തന്നെ 6 ഡോട്ട്സ് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെയും 6 ഇലക്ട്രോൺ ഉണ്ട്, ഇതിലും 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോണിനെയും കൂടി കിട്ടണം. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഇതിൽ നിന്ന് 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ ഇത് സ്റ്റേബിൾ ആവും, പക്ഷേ ഇതിൽ ഇത് അൺസ്റ്റേബിൾ ആവും. അപ്പോൾ ബോണ്ടിങ്ങിലൂടെ 2 ആറ്റവും സ്റ്റേബിൾ ആവണം. അപ്പോൾ അതിനിവിടെ ഷെയറിങ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. സോ ദിസ് ഓക്സിജൻ ഷെയർസ് 2 ഇലക്ട്രോൺ ഫ്രം ദിസ് ഓക്സിജൻ. ഈ ഓക്സിജനിൽ നിന്ന് 2 ഇലക്ട്രോണിനെ ഇതിങ്ങോട്ടേക്ക് ഷെയർ ചെയ്യും. അതുപോലെ എന്താണ്, ഈ ഓക്സിജൻ ഇതിൽ നിന്നും ഈ 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. എന്തുവരും? 4 ഇലക്ട്രോണാണ് ഓക്സിജൻ ആറ്റത്തിനിടയിലുള്ളത്. അപ്പോൾ ഓക്സിജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഈ 2 ഓക്സിജൻ ആറ്റത്തിനിടയിൽ ഡബിൾ ബോണ്ട് ആവും. 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്താൽ ഒരു ബോണ്ട് വരും, സിംഗിൾ ബോണ്ട് ആവും. 4 ഇലക്ട്രോൺ ഷെയർ ചെയ്താൽ ഡബിൾ ബോണ്ട് ആവും. ബാക്കിയുള്ള ഇലക്ട്രോൺസ് നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാതെ വേണമെങ്കിലും എഴുതാം. ഓക്സിജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട് മാത്രം ഇട്ടാലും ഇത് അണ്ടർസ്റ്റുഡാണ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. ദാറ്റ് ഈസ് എ ബോണ്ടിങ് ഇൻ ഓക്സിജൻ മോളിക്യൂൾ. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോണിനെ വീതം ഓരോ ഓക്സിജന് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ 4 ഇലക്ട്രോണാണ് പരസ്പരം ഷെയർ ചെയ്യപ്പെടുക. സോ ദാറ്റ് ഫോംസ് എ ഡബിൾ ബോണ്ട്. Then take nitrogen molecule N2. നൈട്രജൻ മോളിക്യൂളിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട് നൈട്രജൻ ആറ്റത്തിൽ? അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ 2 5 ആണ് കോൺഫിഗറേഷൻ വരിക. അപ്പോൾ 5 വാലൻസ് ഇലക്ട്രോണാണ് നൈട്രജൻ ആറ്റത്തിലുള്ളത്. 5 ഡോട്ട്സ് റെപ്രസെൻ്റ് ചെയ്യുക. 1 പെയറും പിന്നെ ബാക്കി 3 ഒരുമിച്ച് ബോണ്ടിങ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. എത്ര ഇലക്ട്രോൺ ആണോ ഷെയർ ചെയ്യുക അത് ഒരുമിച്ച് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതിലെന്താണ്, 3 ഇലക്ട്രോണിനെയും കൂടി കിട്ടിയാൽ ഇതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും. അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൂടെ ഇതിന് സ്റ്റേബിൾ ആവാൻ പറ്റില്ല. അപ്പോൾ പരസ്പരം ഷെയർ ചെയ്യും. സോ ദിസ് നൈട്രജൻ ഷെയർസ് 3 ഇലക്ട്രോൺ ഫ്രം ദിസ് നൈട്രജൻ. ഈ നൈട്രജനിൽ നിന്ന് 3 ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്യും. അതുപോലെ തിരിച്ച് ഈ നൈട്രജനും ഇതിൻ്റെ 3 ഇലക്ട്രോണിനെ ഇവിടേക്കും ഷെയർ ചെയ്യും. അപ്പോൾ എന്താണ് ബോണ്ട് ഉണ്ടാവുക? എത്ര ഇലക്ട്രോണാണ് 2 നൈട്രജൻ ആറ്റത്തിനിടയിൽ ഷെയർ ചെയ്യപ്പെടുക? 6 ഇലക്ട്രോൺസ്, 3 ഫ്രം ഈച്ച് നൈട്രജൻ. അപ്പം 6 ഇലക്ട്രോണിനെയാണ് ഈ 2 നൈട്രജൻ ആറ്റത്തിനിടയിൽ ഷെയർ ചെയ്യപ്പെടുക. അപ്പോൾ എത്ര ബോണ്ട് ഉണ്ടാവും? 2 ഇലക്ട്രോൺ ഷെയർ ചെയ്താൽ ഒരു ബോണ്ട് ആവും. അപ്പം 6 ഇലക്ട്രോൺ ഷെയർ ചെയ്താൽ ട്രിപ്പിൾ ബോണ്ട് ഈസ് ഫോംഡ്. നൈട്രജൻ ആറ്റത്തിനിടയിൽ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. N ട്രിപ്പിൾ ബോണ്ട് N. So in nitrogen molecule there is NN triple bond. So nitrogen attains stability or octets by sharing 3 electrons from each nitrogen atoms. So it forms a triple bond between it. Covalent bond is formed by sharing of electron between atoms. When 1 electron pair is shared between atom, it forms a single bond. And when 2 electron pair is shared, it forms double bonds. And when 3 electrons are shared, it forms triple bonds. പോളിയാറ്റോമിക് മോളിക്യൂൾസിൽ നമുക്ക് ഇതുപോലെ ഇലക്ട്രോൺ ഷെയറിങ് റെപ്രസെൻ്റ് ചെയ്യാം. കോവലൻ്റ്ലി ബോണ്ടഡ് മോളിക്യൂൾ. എക്സാമ്പിൾ H2O. പോളിയാറ്റോമിക് മോളിക്യൂൾ ഇവിടെ ഓക്സിജനാണ് സെൻട്രൽ ആറ്റം. ഓക്സിജനിലേക്ക് 2 ഹൈഡ്രജൻ ബോണ്ട് ചെയ്യുന്നു. അപ്പോൾ നടുക്ക് ഓക്സിജൻ എഴുതുക. ഓക്സിജനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 6 വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ ഈ ഡോട്ട്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബോണ്ടിങ് എങ്ങനെയെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഡോട്ട്സ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൈഡ്രജനുമായിട്ട് ഓരോ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യേണ്ടു. അതുകൊണ്ടാണ് 2 ഇലക്ട്രോണിനെ സെപ്പറേറ്റ് ആയിട്ട് സിംഗിളായിട്ട് റെപ്രസെൻ്റ് ചെയ്തത്. ഇനി ഹൈഡ്രജൻ്റെ ഒരു വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. ഒരു ഹൈഡ്രജൻ ഇവിടെയും റെപ്രസെൻ്റ് ചെയ്യാം.
ഹൈഡ്രജന് 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ സ്റ്റേബിൾ ആവാം. പക്ഷേ ഓക്സിജന് 8 ഇലക്ട്രോണാണ്. എങ്ങനെ ഇതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം? ദിസ് ഹൈഡ്രജൻ ഷെയർസ് 1 ഇലക്ട്രോൺ ഫ്രം ദിസ് ഓക്സിജൻ. അതുപോലെ ഈ ഹൈഡ്രജനും ഇവിടെ നിന്ന് ഒരു ഓക്സിജൻ 1 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ രണ്ടിലും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു. ഇനി ഓക്സിജൻ എന്ത് ചെയ്യും? മ്യൂച്വൽ ഷെയറിംഗ് ആണ്. അപ്പോൾ ഓക്സിജൻ 2 ഹൈഡ്രജനിൽ നിന്നും ഓരോ ഇലക്ട്രോണിനെ വീതം എടുത്ത് ഒക്ടറ്റ് അറ്റൈൻ ചെയ്യും. എത്ര ഇലക്ട്രോണായി? 2, 4, 6, 8. 8 ഇലക്ട്രോൺസ് ഓക്സിജനിൽ വന്നു, ഹൈഡ്രജനിൽ 2, ഹൈഡ്രജനിൽ 2. സോ ഇറ്റ് അറ്റൈൻ സ്റ്റെബിലിറ്റി. അപ്പോൾ അതിൻ്റെ ബോണ്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എച്ച് ഒരു ഇലക്ട്രോൺ പെയറാണ് ഇവിടെ ഷെയർ ചെയ്യപ്പെടുക, സിംഗിൾ ബോണ്ടായി. ഇനി ഇവിടെയും ഒരു ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്യപ്പെടുന്നു. ഓക്സിജനിൽ ബാക്കി 2 ലോൺ പെയർ. ദാറ്റ് ഈസ് ബോണ്ടിങ് ഇൻ വാട്ടർ മോളിക്യൂൾ. ഇങ്ങനെയുള്ള കുറേ മോളിക്യൂൾസിൻ്റെ ബോണ്ടിങ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കെമിക്കൽ ബോണ്ട് എന്താണ്, അതുപോലെ ബോണ്ടിങ്ങിലൂടെ എങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം, കോസൽ-ലൂയിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ് ആൻഡ് ഒക്ടറ്റ് റൂൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് തിയറി ഓഫ് ബോണ്ടിങ്, ദെൻ അയോണിക് ബോണ്ട് ഫോർമേഷൻ ആൻഡ് കോവലന്റ് ബോണ്ട് ഫോർമേഷൻ. പോളി ആറ്റോമിക് മോളിക്യൂൾസിൻ്റെ കോവലന്റ് ബോണ്ടിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിലായി പഠിക്കാം. ഓക്കെ, താങ്ക് യു.